പി.ജെ. ജോസഫിന്റെ വീട്ടിലെ യോഗത്തിന് ശേഷം നേതാക്കന്മാർ സംസാരിക്കുന്നതിന്റെ ശബ്ദ സംരക്ഷണം നമുക്കുണ്ട്, കേൾക്കാം. ഇല്ല, ഞങ്ങൾ അങ്ങനെ യോഗം ചേർന്നിട്ടില്ല. രാജി വെക്കണോ വേണ്ടോ? നിങ്ങളുടെ ഞങ്ങളുടെ അഭിപ്രായമല്ലല്ലോ. അതായത് ഇത് കെ മാണി മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഈ വിഷയത്തിൽ പി.ജെ. ജോസഫ് രാജി നിർണായകമാണ്. എന്തോ പി.ജെ. ജോസഫ് രാജിവെക്കുന്നത് അതൊക്കെ അവർ താങ്കൾക്ക് പറഞ്ഞൂടെ? അതൊന്നും പറഞ്ഞൂടെ? പിളർപ്പിന്റെ പ്രശ്നമില്ല, അത് പറഞ്ഞൂടെ? താങ്കളുടെ ബോധത്തിനറിയാം എന്താ പി.ജെ. ജോസഫ് രാജിവെക്കുന്നത്? മാണി ഇല്ല, ഞങ്ങൾ അങ്ങനെ യോഗം ചേർന്നിട്ടില്ല. രാജി വെക്കണോ വേണ്ടോ? നിങ്ങളുടെ അഭിപ്രായം? ഞങ്ങളുടെ അഭിപ്രായമല്ലല്ലോ. അവർ രണ്ടുപേരും തീരുമാനിക്കും. അതായത് ഇത് കെ മാണി മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഈ വിഷയത്തിൽ പി.ജെ. ജോസഫ് രാജി നിർണായകമാണ്. എന്താ പി.ജെ. ജോസഫ് രാജിവെക്കേണ്ടതുണ്ടോ? അതൊക്കെ അവർ തീരുമാനിച്ചോളൂ. അതൊക്കെ അവർ താങ്കൾക്ക് പറഞ്ഞൂടെ? എന്തിനാ അതൊന്ന് പറഞ്ഞൂടെ? പി.ജെ. താങ്കളുടെ വാക്ക്. ഫ്രാൻസിസ് ജോർജ് പി.ജെ. ജോസഫിന് എൻ്റെ വസതിയിൽ യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു. തീർച്ചയായും സ്കറിയ തോമസ്, ഇത്തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതൊക്കെ ക്രോഡീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഒരുപക്ഷെ അതിൻ്റെ വിശദമായ വാർത്തയിലേക്ക്, ശബ്ദ സംരക്ഷണത്തിലേക്ക്, ഫ്രാൻസിസ് ജോർജിൻ്റെ ആ വാക്കുകളിലേക്ക്. ഫ്രാൻസിസ് ജോർജ് ആണ് പറഞ്ഞത്. പി.ജെ. ജോസഫിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായി വളരെ നീക്കങ്ങൾ ഒരുപക്ഷെ നടന്നു. ഒരുപക്ഷെ സൂചനകളായി നാം പുറത്തുവിട്ട വാർത്തകളടക്കം മാധ്യമപ്രവർത്തകർ ചോദിച്ചെങ്കിലും അതിൽ നിന്നൊക്കെ വളരെ വിദഗ്ധമായി ഫ്രാൻസിസ് ജോർജ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. സ്കറിയ തോമസിലേക്ക് തന്നെ എത്താം. സ്കറിയ തോമസ്, ഓരോ ചലനങ്ങളും താങ്കൾക്ക് കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് അറിയാം. മാണിയെ സംബന്ധിച്ച്, ജോസഫിനെ സംബന്ധിച്ച് നിലവിലത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ, ഏറ്റവും പുതിയ വാർത്ത പീപ്പിൾ TV ബ്രേക്ക് ചെയ്തിരിക്കുന്നു. മാണി ഉടൻ രാജിവെക്കാൻ പോവുകയാണ്.